ഉദ്ഘാടന വേളയിൽ ശ്രീമാൻ എ കെ ആന്റണി ശ്രീരാങ്കോലി വന്നപ്പോ അവിടെ ഇവിടുത്തെ എംഎൽഎ പറഞ്ഞു, ഈ ആണ്ടിനെ കുറിച്ച് പറഞ്ഞു, അങ്ങ് ഈ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രിയല്ല, അങ്ങ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവണമെന്ന്. ഇതാരാണ് പറയിപ്പിച്ചത്? ഒരു നിയോജക മണ്ഡലത്തിലെ എംഎൽഎ വരെ ഇത്തരം പ്രയോഗം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സാധാരണക്കാർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടാവും ഈ ഭരണം ഇവിടുത്തെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് നാം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഇവിടെ ഒരു പ്രസക്തിയുമില്ല. നമുക്കറിയാം 1992 സ്വതന്ത്ര ഭാരതത്തിന്റെ പ്രതീകമായ ബാബരി മസ്ജിദിന്റെ താഴ്വരകൾ വർഗീയ ബാധ്യത ശക്തികളുടെ കറുത്ത കരങ്ങളാൽ തകർക്കപ്പെട്ടപ്പോൾ ഡിസംബർ 6 ഇന്ത്യ ആദ്യ ജനിക്കുകയുണ്ടായി. കത്തിജ്വലിക്കുന്ന ഇന്ത്യയെ നാം കണ്ടു. ഇന്ത്യയിൽ ആകമാനം ആൾക്കാർ കേരളക്കരയിൽ നിന്ന് കണ്ണുനട്ടിരുന്നു. എന്തുകൊണ്ട്? ഇന്ത്യയിൽ കേരളം എന്ന സംസ്ഥാനത്ത് മുസ്ലിം ലീഗ് എന്ന സംഘടനയുണ്ട്. ആ സംഘടന ഇവിടെ എത്ര ആരാധനാലയങ്ങൾ തകർക്കുമെന്നറിയില്ല, എത്ര ആരാധനാലയങ്ങൾ കല്ലെറിയുമെന്നും അറിയില്ല. എന്നതുകൊണ്ട് ഇന്ത്യയാകെ ഉറ്റുനോക്കിയപ്പോൾ നമ്മുടെ പാലക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ ഭൂമത്ത് ബഹുമാനപ്പെട്ട ശിഹാബുതങ്ങൾ, അനിശ്ചയത്തിനായ നേതാവ് ശിഹാബുതങ്ങൾ കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നും ഒരു ഉത്തരവിറക്കി. ഇന്ത്യയിലെ ജനങ്ങൾ ആത്മസംയമനം പാലിക്കണം. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ ആത്മസംയമനം പാലിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിർത്തിയില്ല ശിഹാബുതങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട്. ഈ കേരളക്കരയിൽ ഏതെങ്കിലും ഒരു ആരാധനാലയങ്ങളിലേക്ക് ഏതെങ്കിലും ഒരു സാമൂഹ്യ ദ്രോഹി ആക്രമിക്കുകയാണെങ്കിൽ, കല്ലെറിയുകയാണെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും കേരള മുസ്ലിം യൂത്ത് ലീഗിന്റെയും ചുരുക്കളുള്ള യുവാക്കൾ ആ അമ്പലങ്ങളിലേക്കും ആരാധനാലയങ്ങൾക്കും കാവൽ നിൽക്കണമെന്ന് പഠിപ്പിച്ച നമ്മുടെ നേതാവ് പാലക്കാട് ജില്ലയിൽ മുഹമ്മദ് അലി ശിഹാബുതങ്ങൾ കുപ്പഞ്ചലങ്ങൾ കൊണ്ട് മുസ്ലിം ലീഗിനെ തകർക്കാനാവില്ല. കുഞ്ഞാലിക്കുട്ടി, പാണ്ടിക്കരവത്തെ പി കെ കുഞ്ഞാലിക്കുട്ടിയും കൊടപ്പനക്കൽ തറവാട്ടിലെ പൂമത്ത് ബഹുമാനപ്പെട്ട ഐതല്ലി ശിഹാബുതങ്ങൾ നയിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ തകർക്കാൻ ഒരു ഗൂഢാലോചനക്കും ഒരു കാലത്തും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് എടുക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി